തെന്നിന്ത്യൻ താരസുന്ദരിയും നാഷണൽ ക്രഷ് എന്ന് വിശേഷിക്കപ്പെടുന്ന നടിയുമാണ് രശ്മിക മന്ദാന. തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള നടിമാരിൽ ഒരാൾ കൂടി. താരത്തിൻ്റെതായി ഇപ്പോൾ പുറത്തിറങ്ങിയ പുഷ്പ 2 അഭിനയം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ തന്റെ പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തുറന്നു പറയുകയാണ് രശ്മിക മന്ദാന. ജീവിതത്തിലെ മോശം സമയങ്ങളിൽ ആശ്വാസം നൽകുന്ന ഇടത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് രശ്മിക തന്റെ പങ്കാളിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. എന്റെ പങ്കാളി എന്ന വ്യക്തിയെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എനിക്ക് എന്റെ പങ്കാളിയായി വേണം. എനിക്ക് ആ ആശ്വസിപ്പിക്കലും സുരക്ഷിതത്വവും സഹാനുഭൂതിയും ആവശ്യമാണ്. ഒരു ബന്ധത്തിലെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ദയയുണ്ടാകുക എന്നതാണ്. മാത്രമല്ല ബഹുമാനവും ഉണ്ടായിരിക്കണം. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും ആത്മാർത്ഥമായി കരുതലുള്ളവരും പരസ്പരം ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കുമ്പോൾ എല്ലാം അതിനൊപ്പം കൂടിച്ചേരും. സ്നേഹം, സഹാനുഭൂതി, കരുതൽ, നല്ല മനസ്സ്, സത്യസന്ധത, ആത്മാർത്ഥത എന്നിവ എനിക്ക് ആവശ്യമായ മറ്റു സ്വഭാവങ്ങളാണ്. കാരണം ഇതെനിക്ക് സ്വാഭാവികമായി ലഭിക്കണം. എനിക്ക് സമാനമായ ഗുണങ്ങളുള്ള ഒരാളോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പങ്കാളിക്ക് അതിന് സമാനമായ ശൈലിയില്ലെങ്കിൽ ഞങ്ങൾ ഒത്തുചേരില്ല എന്നുമാണ് രശ്മിക പറയുന്നത്. അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് രശ്മികയും വിജയ് ദേവർകൊണ്ടയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന രീതിയിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇരുവരും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ചെന്നൈയിൽ വെച്ച് നടന്ന പുഷ്പ 2 കിസിക് സോങ്ങിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് രശ്മിക തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് ചെറിയ സൂചന നൽകിയത്. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സംസാരത്തിനിടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണോ പുറത്തു നിന്നുള്ള ആളാണോ പാർട്ട്ണർ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും തെരിഞ്ഞ വിഷയന്താ എന്നായിരുന്നു രശ്മിക നൽകിയ മറുപടി. നിങ്ങൾക്ക് അറിയേണ്ട മറുപടി ഇതാണെന്ന് അറിയാമെന്നും രശ്മിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിജയ് ദേവർകൊണ്ടയും രശ്മികയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർ പലപ്പോഴും കണ്ടെത്താറുണ്ട്. അടുത്തിടെ വിജയ് ദേവർകൊണ്ട തന്റെ ആൽബം പാട്ടായ സാഹിബായുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ താൻ സിംഗിൾ അല്ലെന്ന് പറഞ്ഞിരുന്നു. താൻ ഒരാളുമായി ഡേറ്റിംഗിലാണെന്നും എനിക്ക് 35 വയസ്സായി, തീർച്ചയായും ഒരു പങ്കാളിയുണ്ടെന്നും നടൻ വെളിപ്പെടുത്തിയിരുന്നു. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.